36 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന വിവാദ പ്രസ്താവനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശത്തിന് പിന്നാലെ പോലീസ് കൃത്യമായ നിയമോപദേശം തേടിയ ശേഷം IPCയും ജനപ്രാതിനിധ്യ ആക്ടും അടക്കം ചുമത്തിക്കൊണ്ട് G. സുധാകരന് കേസെടുത്തിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്ന മണിക്കൂറാണ്. മനീഷ് മഹിബാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മനീഷ്, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ആത്മാവാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ. അവിടെ പോസ്റ്റൽ ബാലറ്റ് എന്ന ഈ കള്ളവോട്ടിന് സമാനമായ രീതിയിൽ തന്നെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ G. സുധാകരൻ നടത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ നടത്തിയ ഹിതം അത് തിരുത്തിക്കൊണ്ട് മറ്റൊരു വ്യാജമായ രേഖകൾ ചമച്ചുകൊണ്ട് കള്ളവോട്ട് നടത്തിയിരിക്കുന്നു. അതായത് ബാലറ്റ് പോസ്റ്റൽ തിരുത്തിയിരിക്കുന്നു. ആദ്യത്തേത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ, അതായത് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചിരിക്കുന്നു എന്ന പ്രസ്താവന നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്, ഈ പോസ്റ്റൽ ബാലറ്റുകൾക്ക് രഹസ്യാത്മക സ്വഭാവം ഉണ്ടാകും, അതിനെപ്പോലും ഇല്ലാതാക്കുന്ന രീതിയിലാണ് പ്രവർത്തനം നടത്തിയിരിക്കുന്നതെന്നാണ് പ്രസ്താവനയിൽ G. സുധാകരൻ പറഞ്ഞത്. സമുന്നതനായ ഒരു നേതാവാണ്, മുൻ മന്ത്രിയാണ്. ഇത്തരത്തിൽ കാര്യഗൗരവമുള്ള ഒരു കാര്യത്തെ നിസ്സാരമായി വീമ്പ് പറഞ്ഞതാണ് രീതിയിലൊരു വിലയിരുത്തലാണ് പിന്നീട് G. സുധാകരൻ നടത്തിയത്. ഇതിനൊക്കെ നമുക്ക് എങ്ങനെ കാണാനാകും? അത്രയും ഗൗരവം കുറച്ചാണോ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും G. സുധാകരൻ കാണുന്നത്? സുഹൈല്, ഇതിന് കേസടക്കമുള്ള നടപടികളിലേക്കാൾ കൂടുതൽ G. സുധാകരനും പാർട്ടിയും നോക്കിക്കാണുന്നത് സംഘടനാപരമായി ഉണ്ടാകുന്ന ക്ഷതമാണ്. ഇങ്ങനെ ഒരു പാർട്ടിക്ക്, അതും 50 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ളൊരു നേതാവ് തന്നെ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ചെറിയ ക്ഷതമല്ല. ഇനി നിയമപരമായി ഇതിനുണ്ടാകുന്ന വകുപ്പുകളിലെ ശിക്ഷ അതാണ്. അതായത് വകുപ്പ് 128 ആണെങ്കിൽ വോട്ടിന്റെ രഹസ്യാത്മകത ലംഘിച്ചു 3 മാസം തടവോ പിഴയോ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടി വരും. വകുപ്പ് 135 ആണെങ്കിൽ ബാലറ്റ് പേപ്പർ അനധികൃതമായി പുറത്തേക്ക് എത്തിച്ചത് സംബന്ധിച്ചാണ്. G. സുധാകരനെതിരെ ബൂത്ത് പിടുത്തം മുതൽ ബാലറ്റ് പേപ്പർ തിരുത്തിയത് വരെയുള്ള വകുപ്പുകളാണ് നിലവിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വകുപ്പുകളിലെ കാര്യങ്ങൾ. ഇതൊക്കെയാണ്, ഇത്തരത്തിലുള്ള വകുപ്പുകളാണ് G. സുധാകരനെ ചുമത്തിയിട്ടുള്ളത്. ഇനി ഈ ബൂത്ത് പിടുത്തവും സ്വതന്ത്രമായി വോട്ട് ചെയ്യാനുള്ള അവകാശം തടസ്സപ്പെടുത്തലും ഉൾപ്പെടെ 1 മുതൽ 3 വർഷം വരെ, അതായത് ഈ വകുപ്പുകളെല്ലാം കൂടി ചേർത്താൽ ഏകദേശം 6 വർഷത്തോളം തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. 1989 സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ഒരു വർഷമായിരുന്നു അത്. അന്ന് 79% 3 അതായിരുന്നു അന്നത്തെ പോളിംഗ് നില. അന്ന് മണ്ഡലങ്ങളിൽ തന്നെ ഏറ്റവും ഉയർന്ന ശതമാനം ആലപ്പുഴയിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ആലപ്പുഴയുടെ ചുമതല, ആലപ്പുഴ മൊത്തം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിരുന്നു G. സുധാകരൻ. ആ സമയത്ത് ആലപ്പുഴയിലായിരുന്നു, നിയമസഭാ മണ്ഡലത്തിൽ ആലപ്പുഴയായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. അന്ന് വക്കം പുരുഷോത്തമനെ 25,000 ഭൂരിപക്ഷത്തോടെ അദ്ദേഹം ജയിച്ചു. അന്ന് വക്കം പുരുഷോത്തമന് ലഭിച്ചത് 37,57,5763 വോട്ടായിരുന്നു. അന്ന് CPMന്റെ KV ദേവദാസിന് 35,06,040 വോട്ടും ലഭിച്ചു. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിൽ അതിന് മുൻപും 2 തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോഴും വോട്ടിംഗ് ശതമാനം ഇടതുപക്ഷത്തിന് കുറവായിരുന്നു. പക്ഷേ ആ തവണ ഇടതുപക്ഷം തോറ്റെങ്കിൽ കൂടി അന്ന് ലഭിച്ചത്, ആ തവണ ലഭിക്കുന്നത് ഏറ്റവും ഉയർന്ന വോട്ടിംഗ് ശതമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ സർവീസ് സംഘടനകളിലെ ആളുകളൊക്കെ തന്നെ മാറ്റിക്കുത്തി എന്നാണ് G. സുധാകരൻ അന്ന് ഈ നടത്തിയ വെളിപ്പെടുത്തലിലൂടെ പറയുന്നത്. അതായത് 85% വരുന്ന ആളുകൾ മാത്രമേ, NJ യൂണിയൻ അടക്കമുള്ള സർവീസ് സംഘടന ആളുകൾ മാത്രമേ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി പാർട്ടി മെമ്പർമാരാണെങ്കിൽ കൂടി 95% മാത്രമേ ഉള്ളൂ. 5% CPMന്റെ പ്രാഥമിക അംഗത്വമുള്ള ആളുകൾ പോലും വോട്ട് ചെയ്തിട്ടില്ല. അന്ന് KSTയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു KV ദേവദാസ്. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്നു.